Hi viewers, welcome to Tasty Kitchen World. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യൂ. മറക്കാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടിയും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ മിസ്സാവാതെ ലഭിക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഫേമസ് ആയിട്ടുള്ള ഒരു അറബിക് ഡെസേർട്ട് ആണ്. അപ്പോൾ ഗുനാഫയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഗുനാഫ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഡോ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡോ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ സാധാ വെർമിസെല്ലി യൂസ് ചെയ്യാം. അതുപോലത്തെ ഗുനാഫ ഡോ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തിന്നായിട്ടുള്ള നമ്മുടെ നല്ല കനം കുറഞ്ഞ വെർമിസെല്ലി കിട്ടും, അത് വെച്ചിട്ടും ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ വേറെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിത് ഗുനാഫ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇത് മുഴുവനായിട്ടും ആവശ്യമില്ല, ഇതിൻ്റെ പകുതി മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 50 ഗ്രാം മെൽറ്റഡ് ബട്ടർ എടുത്തിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, കുറച്ച് ചീസ് എടുത്തിട്ടുണ്ട്, പിന്നെ 1 കപ്പ് പാല്. അപ്പോൾ ഇത് ഞാനിപ്പോൾ നമ്മുടെ ക്രീം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഗുനാഫ ഉണ്ടാക്കി എടുക്കുന്നത് നോക്കാം. വേണമെങ്കിൽ ചീസിന് പകരം ഫ്രഷ് ക്രീമും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ചീസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ യൂസ് ചെയ്യാൻ ഇഷ്ടമെന്നെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ 3 ടേബിൾ സ്പൂണാണ് ഇവിടെ പഞ്ചസാര എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ എമൗണ്ടിനനുസരിച്ചിട്ട് എടുക്കുക. നമ്മൾ ലാസ്റ്റ് ഇതിലോട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ചെടുത്താൽ മതി പഞ്ചസാര. അപ്പോൾ നമ്മളിത് ഫ്രോസൺ ആയിട്ടാണ് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിത് കുക്ക് ചെയ്യുന്നതിൻ്റെ 1 അവർ മുന്നെങ്കിലും പുറത്തെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബട്ടറും ചീസും ഒക്കെ റൂം ടെമ്പറേച്ചറിലാക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് 1 അവർ മുന്നേ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് പകുതി ഭാഗം നമ്മുടെ ഗുനാഫ ഉണ്ടാക്കാനായിട്ട് എടുക്കാം. ഇതിന് പകുതി എടുത്താൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ഇത് നല്ല തിന്നാണ്. അപ്പോൾ ഇതുപോലത്തെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ആ ഡോൻ്റെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇങ്ങനെ വേർതിരിച്ചു കൊടുക്കുക. അത്യാവശ്യം വലിയ നൂല് പോലെയാണ് ഇതുള്ളത്. അപ്പോൾ നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് വേർതിരിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സറിലോ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേർതിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ടും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് നമ്മുടെ മെൽറ്റഡ് ബട്ടർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബട്ടർ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ നന്നായിട്ട് ബട്ടർ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പാനിലാണ് നമ്മുടെ ഗുനാഫ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്നൊരു പകുതി ഭാഗം ഇതിൽ ഒരു ലെയർ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് പകുതി ഭാഗം വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഇതിൻ്റെ അടിഭാഗം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു ലെയർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് സൈഡിൽ കൂടെ ഒക്കെ നല്ല കറക്റ്റ് ആയിട്ട് വെക്കുക. എവിടെയും ഒരു ഹോളൊന്നും ഇല്ലാതെ. ഹോൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ആ ചീസിൻ്റെ ആ ഒരു മിക്സ്ചർ അധികം ഒഴിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ പെട്ടിട്ട് അത് കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നേരെ ലെവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഇതിൽ ഒഴിക്കാനുള്ള ക്രീം റെഡിയാക്കി എടുക്കണം. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. അപ്പോൾ അതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കാരണം നമ്മൾ നേരെ ഡയറക്റ്റ് ആയിട്ട് ഈ കോൺഫ്ലവർ ആ പാലിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ നമുക്കത് നേരെ മിക്സായി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം ഈ കോൺഫ്ലവർ ഈ പാലിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിക്കുകയാണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. മറ്റേത് ആകെ കട്ട പിടിച്ചിട്ട് ഇതാവും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ 1 കപ്പ് പാലും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പാൽ ഒഴിച്ചിട്ട് ഇത് സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് നമ്മുടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കോൺഫ്ലവറിന്റെ മിക്സും ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇത് ഒരുപാട് നല്ല തിക്ക് പേസ്റ്റ് ആവണ്ട, ജസ്റ്റ് ഒരു ചെറുതായിട്ടൊരു ക്രീമി ആയാൽ മാത്രം മതി, നല്ല തിക്ക് ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് ബോയിലാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് നിർത്താതെ ഇളക്കി കൊടുക്കണം. കുറച്ച് കഴിഞ്ഞാൽ ഇത് തിക്ക് പേസ്റ്റ് ആവും, അപ്പോൾ നമ്മൾ നിർത്താതെ ഇളക്കി കൊടുക്കുക വേണം. അപ്പോൾ ഇതൊന്ന് തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്റ്റെപ്പിൽ നമ്മുടെ ചീസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ചീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് കുക്ക് ചെയ്താൽ മതി. പിന്നെ ഇത് തിക്കായി കഴിഞ്ഞാൽ നമ്മൾ ലോ ഫ്ലെയിമിലാണ് ആക്കി കൊടുക്കേണ്ടത്. ആ ലോ ഫ്ലെയിമിൽ ആക്കി കൊടുത്തിട്ട് ആ ചീസ് ഒന്ന് അതിൻ്റെ കൂടെ കമ്പൈൻ ആവിടെ വരെ നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. അതൊന്ന് കമ്പൈൻ ആയി കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചീസ് ഇട്ട് കഴിഞ്ഞിട്ട് കൂടുതൽ ടൈം കുക്ക് ചെയ്യരുത്. അപ്പൊ നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ ഉണ്ടാക്കിയ മിക്സ് ഒന്ന് ചൂടാറി കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി തിക്കായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ മുകളില് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ മാക്സിമം സെന്ററിൽ തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ വെച്ച ഫസ്റ്റ് ലെയർ നല്ല ലെവലായിട്ടാണെങ്കിൽ അത് അടിയിലോട്ടൊന്നും പോകില്ല, ഒരേ ലെവലിൽ തന്നെ നിൽക്കും. അപ്പൊ നമുക്കിത് എല്ലാ സൈഡും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്കിനി ബാക്കിയുള്ള ഡോ കൂടെ ഇതിന്റെ മുകളിൽ വെച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഇത് വെച്ചിട്ട് പ്രസ് ചെയ്യാൻ പറ്റൂല, കാരണം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രീമൊക്കെ പുറത്തേക്ക് തള്ളി നിൽക്കും. അപ്പോൾ പതുക്കെ പതുക്കെ ആദ്യം ഇതിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ട് പിന്നെ നടുവിൽ വെച്ച് കൊടുക്കാം. വല്ലാതെ പ്രസ് ചെയ്യാതെ എന്നാൽ തന്നെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പൊ ഞാനിപ്പോ ഇത് മുഴുവനായിട്ടും കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഓവനിലല്ല, സ്റ്റൗ ടോപ്പിലാണ് വെച്ച് കുക്ക് ചെയ്യാൻ പോണത്. ഞാൻ സ്റ്റൗ ടോപ്പിൽ പഴയ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിലാണ് നമ്മുടെ ഈ കുനാഫ വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കിത് ഞാൻ ഹൈ ഫ്ലെയിമിലാണ് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ പാൻ മാത്രം വെച്ചപ്പോ ഇപ്പൊ ഞാനിത് ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ, കറക്റ്റ് 10 മിനിറ്റ് ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ പെട്ടെന്ന് കരിഞ്ഞു പോവാതിരിക്കാനാണ് നമ്മൾ അടിയിലൊരു തട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കിതൊരു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റ് നമ്മുടെ ഈ സൈഡിലൊക്കെ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ലോ ഫ്ലെയിമിലൊന്ന് കുക്കാവട്ടെ. അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളവും അതിലോട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഇത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി എടുക്കാം. അപ്പം ഇതിലോട്ട് 1 ടീസ്പൂൺ ലൈം ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ ഷുഗർ സിറപ്പ് കാരമലൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈം ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്തെങ്കിലും ഫ്ലേവർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാനില എസെൻസോ അങ്ങനെ എന്തെങ്കിലും ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വേറെ ഫ്ലേവർ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു സൈഡ് 15 മിനിറ്റ്സ്, കറക്റ്റ് 15 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഞാനിപ്പോൾ ഇത് വേറൊരു പാനിലോട്ട് ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സൈഡും കൂടെ നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് ചൂടോടെ തന്നെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അതിനാണ് നമ്മൾ ഇപ്പം തന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ മറ്റേ സൈഡും കൂടി ഒന്ന് കുക്കായി വരട്ടെ. അപ്പൊ നമ്മുടെ ഗുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എന്ത് ചെയ്യാം, ചൂടോടെ തന്നെ നമ്മുടെ ഷുഗർ സിറപ്പ് ഇതിന്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. മുഴുവനായിട്ടും എല്ലാ ഭാഗത്തും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെർവ് ചെയ്യണ സമയത്തോ എപ്പോ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അടിപൊളി ഗുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഇത് പിസ്ത വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ പിസ്ത ഇല്ല, അതുകൊണ്ട് ഞാൻ ബദാം വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളി ഡെസേർട്ടാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക.
അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്